ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിനോയിഡ് ആണ് പഠിച്ചത്. ഇനിയും ടൊറോയിഡ് എന്താണെന്നും ടൊറോയിഡിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. വാട്ട് ഈസ് എ ടൊറോയിഡ്? Toroid is a long solenoid bent into the form of a circle. It is a long solenoid and it is bent in the form of a circle. പിക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു സോളിനോയിഡ് ഉണ്ട്, വളരെ നീളമുള്ള ഒരു സോളിനോയിഡ്. ആ സോളിനോയിഡിലെ ബെൻഡ് ചെയ്ത് ഒരു സർക്കുലർ ഷേപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ ടൊറോയിഡ് എന്ന് പറയുന്നത്. A toroid can be considered as an endless solenoid. എൻഡ് ഇല്ലാത്ത ഒരു സോളിനോയിഡ് പോലെയാണ് നമുക്ക് ടൊറോയിഡിനെ കൺസിഡർ ചെയ്യുക. അപ്പം ഇതാണ് പിക്ചർ. നമുക്ക് വരയ്ക്കുന്ന പിക്ചേഴ്സ് ഇങ്ങനത്തെയാണ്. എന്നാൽ ആക്ച്വൽ നമ്മുടെ സർക്യൂട്ട് ബോർഡിൽ കാണുന്ന ടൊറോയിഡ് ഈ രണ്ടാമത്തെ പിക്ചറാണ്. നമുക്കിനിയും ടൊറോയിഡിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്ത് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് പഠിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? കൺസിഡർ എ ടൊറോയിഡ് ഓഫ് മീൻ റേഡിയസ് ആർ. അപ്പം ഇത് ഈ സെൻറ്ററിലുള്ളതാണ് ടൊറോയിഡ്. ടൊറോയിഡ് വരച്ചിട്ടുണ്ട്. ടൊറോയിഡിൽ കോയിൽ ഇങ്ങനെ ചുറ്റിയേക്കുന്നതാണ് റെഡ് കളറിൽ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ മീൻ റേഡിയസ് ഇതാണ്. മീൻ റേഡിയസ് ഇതിൻ്റെ മീൻ റേഡിയസ് സ്മോൾ ആർ ആണ്. അപ്പോൾ ടൊറോയിഡിൻ്റെ മീൻ റേഡിയസ് സ്മോൾ ആർ. ഇറ്റ് ഈസ് ക്യാരിങ് എ കറന്റ് I ampere. Let n be the number of turns per unit length. Let n be the number of turns per unit length. ഇപ്പോൾ number of turns per unit length എന്താണെന്ന് അറിയാമല്ലോ. number of turns per unit length small n ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ number of turns divided by total length. ടോട്ടൽ number of turns divided by total length ആണ് number of turns per unit length small n എന്ന് പറയുന്നത്. Okay. In order to find the magnetic field inside the toroid, an Amberian loop of radius r is considered. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് കണ്ടുപിടിക്കാനുള്ളത് ഈ ടൊറോയിഡിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പോയിന്റ് ആണ് കൺസിഡർ ചെയ്തത്. ഈ പോയിന്റ്, ഓക്കെ, ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ പോയിന്റ് ഉൾപ്പെടത്തക്ക രീതിയിൽ നമ്മളൊരു ആംബീരിയൻ ലൂപ്പ് വരയ്ക്കണം. അപ്പോൾ ആംബീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പാത്ത് ആണ്. ആംബീരിയൻ ലൂപ്പ് ഞാനിവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് വരച്ചു. അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു ആംബീരിയൻ ലൂപ്പ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാം. ആംബിയർ സർക്യൂട്ടൽ തിയറം എന്താ പറയുന്നത്? ലൈൻ ഇന്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ നെറ്റ് കറന്റ് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ഇക്വേഷൻ ലൈൻ ഇന്റഗ്രൽ b ഡോട്ട് dl ഈസ് ഈക്വൽ ടു μ0 I enclosed ഈസ് ഈക്വൽ ടു μ0 I enclosed. അപ്പം I enclosed എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരച്ച ഈ ആംബീരിയൻ ലൂപ്പിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് കറന്റ് എത്രയാണെന്നാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇനി ബൈ സിമെട്രി ദ മാഗ്നറ്റിക് ഫീൽഡ് B in the coil is a constant and is along the tangent to the path dl. The magnetic field inside this toroid is constant. അതായത് നമ്മൾ വിളിച്ച ആംബീരിയൻ ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ dl എന്ന് പറയുന്നത് ഇതിൽ ചെറിയൊരു എലമെന്റ് ആണ് അല്ലേ? ഈ dl ആ dlന്റെ ഡയറക്ഷന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡും ആക്ട് ചെയ്യുന്നത്. നമ്മൾ സോളിനോയിഡിന്റെ കേസിൽ ആ കാര്യം ഡിസ്കസ് ചെയ്തതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും പറയുക. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും dlന്റെ ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് dl ഈസ് 0. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ B ഡോട്ട് dlനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ B dl കോസ് തീറ്റ എന്നാണ് കിട്ടുക. രണ്ടിൻ്റെയും സെയിം ഡയറക്ഷൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും dlന്റെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് തീറ്റയുടെ വാല്യൂ 0 ആയിട്ട് കിട്ടും. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 0 ആയിട്ട് കിട്ടും. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ് വാല്യൂ. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ലൈൻ ഇന്റഗ്രൽ B dl cos theta is equal to μ0 I enclosed എന്ന് എഴുതാം. ഓക്കെ, ഇനി അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ B dl is equal to μ0 I enclosed. ഇന്റഗ്രൽ ഏതിനാണ് ബാധകം?
ഇന്റഗ്രൽ dl ആണ്. അപ്പോൾ b dl ഈസ് ഈക്വൽ ടു mu0 I enclosed. ഓക്കെ, dl നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? dl എന്ന് പറയുന്നത് ഈ ആംബിയന്റ് ലൂപ്പിലെ ഒരു ചെറിയ എലമെന്റ് ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോറ കേട്ടില്ല. dl നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? l നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല ഇവിടെ. dl നെ ഇന്റഗ്രേറ്റ് സംഗതി l കിട്ടും, പക്ഷെ ഇവിടെ l അല്ലല്ലോ. ഇവിടെ ഒരു സർക്കുലർ ഷേപ്പ് അല്ലേ, സ്ട്രെയിറ്റ് ലെങ്ത് അല്ല. അതായത് നമുക്ക് dl എന്ന് പറയുന്ന ഈ ചെറിയ എലമെന്റ് ആണ്. ഇതിന്റെ ഇപ്പുറത്ത് വേറെ എലമെന്റ് ഉണ്ട്, ഇപ്പുറത്ത് വേറെ എലമെന്റ്. അങ്ങനെയുള്ള ഈ എലമെന്റിനെ എല്ലാം കൂടെ നമ്മൾ സമപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ആംബീരിയൻ ലൂപ്പിന്റെ സർക്കംഫറൻസ് ആണ് കിട്ടുക. ആംബീരിയൻ ലൂപ്പിന്റെ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്തുവാ? 2πr. r റേഡിയസ് ഉള്ള സർക്കിൾ ആണ് ഇവിടെ. അതുകൊണ്ട് ഈ dl നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക സർക്കംഫറൻസ് ഓഫ് ദി ആംബീരിയൻ ലൂപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ dl ന് പകരം 2πr എന്ന് എഴുതാം. b into 2πr is equal to mu0 I enclosed. അടുത്തത് നമുക്ക് ഈ I enclosed എത്രയാണെന്ന് കണ്ടുപിടിക്കണം. I enclosed എന്ന് പറയുന്നത് ആംബീരിയൻ ലൂപ്പിന്റെ ഉള്ളിൽ എന്തുമാത്രം കറണ്ട്. ഒരു ടേണിലൂടെ I ആംപിയർ കറണ്ട് ഒഴുകുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ധാരാളം ടേണുകളുണ്ട് അല്ലേ. ഒരു ടേണിലൂടെ I ആംപിയർ കറണ്ട് ആണ് ഒഴുകുന്നത്. ഇതിൻ്റെ അകത്ത് ധാരാളം ടേണുകളുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര ടേണുകളുണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര ടേണുകളുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിനുവേണ്ടിയാണ് അവര് സ്മോൾ n തന്നിരിക്കുന്നത്. എന്താണ് സ്മോൾ n? നന്ദന, എന്തായിരുന്നു സ്മോൾ n? Small n is the number of turns per unit length. അതിന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ N, that is the total number of turns divided by total length ആണ്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലെങ്ത് അല്ല, പകരം ഒരു സർക്കുലർ ഷേപ്പ് ആണ്. അതുകൊണ്ട് അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? r റേഡിയസ് ഉള്ളതായതുകൊണ്ട് സർക്കംഫറൻസ് ആണ്. അപ്പോൾ 2πr ആണ് ഇവിടുത്തെ ടോട്ടൽ ലെങ്ത്. അപ്പോൾ നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ N ആണ്. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു 2πr. ഓക്കെ, അപ്പം ഈ ആംബീരിയൻ ലൂപ്പിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആംബീരിയൻ ലൂപ്പിൽ എത്ര ടേണുകളുണ്ട്? സ്മോൾ n ഇൻറ്റു 2πr ടേണുകളുണ്ട്. ഒരു ടേണിൽ I ആംപിയർ കറണ്ട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് I എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? I എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ഒരു കോയിലൂടെ അല്ലെങ്കിൽ ഒരു ലൂപ്പിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. 2πr ആണ്. അപ്പോൾ ഇതാണ് I എൻക്ലോസ്ഡ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. b 2πr is equal to mu0 n into 2πr into I എന്ന് എഴുതാം. എന്തൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം? 2πr ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ പിന്നീട് നമുക്ക് ഇക്വേഷൻ കിട്ടും b equal to mu0 ni. അപ്പോൾ ഒരു ടൊറോയിഡിന്റെ ടൊറോയിഡിന്റെ ഉള്ളിലുള്ള പോയിന്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ b equal to mu0 ni. ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ സോളിനോയിഡിന്റെ കേസിൽ പഠിച്ചത്. അപ്പോൾ സോളിനോയിഡിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതേ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ടൊറോയിഡിന്റെ ഇൻസൈഡ് പോയിന്റിലും കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ നോട്ട് ചെയ്ത് നോക്കുക. b equal to mu0 ni. ഇനി നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സ്മോൾ n പകരം നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ സ്മോൾ n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ 2πr
ആർ എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ എന്നിൻ്റെ ടേമിലുള്ള ഇക്വേഷൻ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, മിക്കവാറും ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും നമുക്ക് നൽകുക. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാം. ഇനിയും അതല്ല, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നമുക്ക് നൽകുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. അപ്പം ഇതാണ് ഫസ്റ്റ് കേസ്. അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് മറ്റ് രണ്ട് കേസ് കൂടെ പഠിക്കാനുണ്ട്. വേറൊരു കേസ് എടുക്കുന്നത് എന്താണ്? ഇത് കേസ് 2 ആയിട്ട് നമുക്ക് എടുക്കാം. കേസ് 1, കേസ് 2 എഴുതിയിൽ തെറ്റിപ്പോയത്. കേസ് 2, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഓപ്പൺ സ്പേസ് ഇന്റീരിയർ ഓഫ് ദി സോളിനോയിഡ്. ഇന്റീരിയർ ഓഫ് ദി സോളിനോയിഡിന്റെ ഉള്ളിലുള്ള ഓപ്പൺ സ്പേസ്. സോളിനോയിഡിലുള്ള ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് ഈ സ്പേസ് ഉണ്ടല്ലേ, ഈ സ്പേസ് ആണ് ഓപ്പൺ സ്പേസ്. ആ സ്പേസിൽ എന്തുമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനുള്ളിൽ ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് ഈ പോയിന്റ് ആയിക്കോട്ടെ. അപ്പോൾ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആംപിയർ സർക്യൂട്ടിൽ തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഒരു ആംപിയറിയൻ ലൂപ്പ് വരയ്ക്കണം. അപ്പോൾ ആ പോയിന്റ് ഉൾപ്പെടുത്തക്ക രീതിയിൽ ഞാൻ ഇവിടെ ഒരു ആംപിയറിയൻ ലൂപ്പ് വരച്ചു. ഇനിയും ആംപിയർ സർക്യൂട്ടിൽ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 I എൻക്ലോസ്ഡ്. ഇവിടെ നോക്കിക്കേ, ഈ ആംപീരിയൻ ലൂപ്പിന്റെ ഉള്ളിൽ ഇലക്ട്രിക് കറണ്ട് വല്ലതും ഉണ്ടോ? ഇലക്ട്രിക് കറണ്ട് ഇല്ല. ആംപീരിയൻ ലൂപ്പ് എല്ലാം ആംപീരിയൻ ലൂപ്പിന്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് കറണ്ട് ഒന്നുമില്ല, എല്ലാം ഔട്ട് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ I 0 ആയി പോകും അല്ലേ. I എൻക്ലോസ് എന്ന് പറയുന്നത് 0 ആയി പോകും. I എൻക്ലോസ് 0 ആയി പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 0 ആവും. അതായത് ടൊറോയിഡിന്റെ ഉള്ളിൽ ഓപ്പൺ സ്പേസിൽ, ടൊറോയിഡിന്റെ ഉള്ളിലുള്ള ഓപ്പൺ സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ല. That is the second case. In third case എന്ന് പറയുന്നത് നമുക്ക് ടൊറോയിഡിന്റെ ഔട്ട്സൈഡ് പോർഷൻ, ഈ പോർഷനോ അങ്ങനെയുള്ള ഏതെങ്കിലും പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റീരിയർ ടു ദി സോളിനോയിഡ്. എക്സ്റ്റീരിയറിൽ ഉള്ള ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ പോയിന്റ് എടുക്കാം. ഈ പോയിന്റിൽ ഉൾപ്പെടുത്തക്ക രീതിയിൽ നമ്മളൊരു ആംപീരിയൻ ലൂപ്പ് വരയ്ക്കണം. അപ്പോൾ ആംപീരിയൻ ലൂപ്പ് വരച്ചു. എന്നിട്ട് നമുക്ക് ആംപിയർ സർക്യൂട്ടിൽ തിയറം അപ്ലൈ ചെയ്യാം. ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 I എൻക്ലോസ്ഡ്. ഇനി ഇതിന്റെ ഉള്ളിൽ എന്തുമാത്രം കറണ്ട് എൻക്ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തത് നോക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കറണ്ട് എൻക്ലോസ് ചെയ്യുന്നത് 0 ആണ്. 0 കറണ്ട് ആണ് ഇതിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇതിന്റെ ഉള്ളിലാണല്ലോ കോയിൽ, ആ കോയിലിലൂടെയാണല്ലോ കറണ്ട് ഒഴുകുന്നത് എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ കറണ്ട് ഇല്ല എന്ന് പറയാനുള്ള റീസൺ ആണ് നെറ്റ് കറണ്ട് leaving the plane of the solenoid, net current entering the plane of the solenoid and leaving the plane of the solenoid are same. അതായത് നമ്മൾ ഇവിടെ ടൊറോയിഡിന്റെ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇവിടെ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുക. അപ്പോൾ അതിന്റെ ഒരു സെമി സർക്കിൾ എടുക്കുകയാണെങ്കിൽ സെമി സർക്കിളിന്റെ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്നു നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത സെമി സർക്കിളിൽ കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ കറണ്ട് ഉള്ളിലോട്ട് ഒഴുകുന്നുണ്ട്, ഉള്ളിൽ നിന്നും പുറത്തോട്ട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് നെറ്റ് കറണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരൊറ്റ ടേൺ എടുത്തിട്ട് അതിന്റെ നെറ്റ് എഫക്റ്റ് എടുക്കുമ്പോൾ അങ്ങോട്ട് ഒഴുകുന്ന ആ കറണ്ടിന്റെ ടോട്ടൽ വാല്യൂവിനുള്ള കറണ്ട് തന്നെയാണ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകുന്നത്. അങ്ങോട്ട് എത്ര ആംപിയർ കറണ്ട് ഒഴുകുന്നു അത്രയും തന്നെ ആംപിയർ കറണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നെറ്റ് കറണ്ട് 0 ആണെന്ന് പറയുന്നത്. അപ്പം അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. But I enclosed is equal to 0 since the net current entering the plane of the toroid is exactly cancelled by the net current leaving the plane of the toroid. The net current entering the plane of the toroid. Net current entering the plane of the toroid is exactly cancelled by the net current leaving the plane of the toroid. അപ്പോൾ ടൊറോയിഡിന്റെ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
ആ സർക്കിൾ ലൂപ്പിൽ ഒരു സെമി സർക്കിൾ എടുക്കുകയാണെങ്കിൽ സെമി സർക്കിളിൽ കറണ്ട് അങ്ങോട്ട് ഒഴുകുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സെമി സർക്കിളിൽ കറണ്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഒഴുകുക. അതുകൊണ്ട് നെറ്റ് കറണ്ട് എത്രയാണ്? 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെയും ഈ കേസിലും കറണ്ട് ആംബീരിയൻ ലൂപ്പിൽ നെറ്റ് കറണ്ട് 0 ആണെന്ന് പറയുന്നത്. ഐ എൻക്ലോസ് 0 ആണ്. ഐ എൻക്ലോസ് 0 ആയതുകൊണ്ട് അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ടോറോയിഡിൻ്റെ ഇൻസൈഡിലുള്ള ഓപ്പൺ സ്പേസിലും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്സൈഡിലും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ആകെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻസിൽ മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഇതാണ് ടോറോയിഡിൻ്റെ കേസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിൽ ആകെ ഡൗട്ട് ഉണ്ടാകുന്നത് ഈ കേസിൽ ഈ ഐ എൻക്ലോസ്ഡ് 0 ആകുന്നത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഐ എൻക്ലോസ് ഈസ് 0 ആകുന്ന കോൺസെപ്റ്റ് ഇതാണ്. ഒരു പ്ലെയിൻ ടോറോയിഡിൻ്റെ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ടോറോയിഡിൻ്റെ പ്ലെയിനിൽ എൻട്രി ചെയ്യുന്ന കറണ്ടും അതിൻ്റെ ഔട്ട്സൈഡിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടും സെയിം ആയതുകൊണ്ടാണ് അതിൻ്റെ നെറ്റ് കറണ്ട് 0 ആയിട്ട് എടുക്കുന്നത്. ബാക്കി ഡൗട്ട് ഉണ്ടാകേണ്ട കാര്യങ്ങളൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആയില്ല? Can you show the previous one? Okay, sir. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും അതിൻ്റെ ഒരു സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണ്. നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് how can we represent a uniform magnetic field? A representation of uniform magnetic field. A uniform magnetic field is depicted in 3 ways. A. Uniform magnetic field on the plane of the paper. If the magnetic field, the direction of magnetic field is in the plane of the paper, we can draw the direction of magnetic field like this. Straight line ആയിട്ട് ആരോ ഈ ഡയറക്ഷനിൽ കാണിക്കും. അപ്പം ഇതാണ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. പേപ്പറിൻ്റെ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന, പേപ്പറിൻ്റെ പ്ലെയിനിൻ്റെ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇതേ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ if the direction of magnetic field is perpendicular to the plane of the paper and it is directed inwards, ഇതിൻ്റെ ഉള്ളിലേക്കാണ്, നമ്മുടെ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് പേപ്പറിൻ്റെ പ്ലെയിൻ ഇതാണ്, പേപ്പറിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പിക്ചർ വരയ്ക്കുക? ഒരു ഇൻഡു സൈൻ ആണ് കൊടുക്കുക. അപ്പം ഇൻഡു സൈൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് സൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം magnetic field is the direction of magnetic field is acting inward perpendicular to the plane of the paper. അതേപോലെ തന്നെ യൂണിഫോം ആണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിന്റെ ഡിസ്റ്റൻസ്, ഈ ക്രോസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ഇൻവേർഡ്സ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്, പക്ഷെ അത് ഔട്ട്വേർഡ് ആണ്, അതായത് നമ്മുടെ നേരെ ഔട്ട്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഔട്ട്വേർഡ് ആയിട്ട്, ഓക്കെ, ഔട്ട്വേർഡ് ആയിട്ട് നമ്മളുടെ നേരെ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡോട്ട് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, the dot represents the magnetic lines perpendicular to the plane of paper directed outward. അപ്പം ക്രോസ് ആണെങ്കിൽ ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും, ഡോട്ട് ആണെങ്കിൽ ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യും. അപ്പം പിക്ചർ വരയ്ക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫോഴ്സ് ഓൺ എ മൂവിംഗ് ചാർജ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്.
നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു, ഒരു ചാർജ് വെറുതെ ഒരു പോയിന്റിലിരിക്കുകയാണ്, ഒരു ചാർജ് വെറുതെ ഒരു പോയിന്റിലിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടാവും? അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ചാർജ് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ചാർജ് ഒരു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വി വെലോസിറ്റിയിൽ ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കൂടാതെ അതിന് ചുറ്റിനും എന്തുകൂടെ ഉണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി ഉണ്ട്. മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചാൽ, നമ്മൾ വേറൊരു മാഗ്നറ്റ് വെച്ചിട്ടായിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു ചാർജിനെ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ചാർജ് മൂവ് ചെയ്യുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു ഇന്ററാക്ഷൻ നടത്തും. ഓക്കെ, അതായത് അത് തമ്മിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡും ഈ ചാർജിൻ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു ഇന്ററാക്ഷൻ മൂലം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക്. അപ്പോൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സിനെ കുറിച്ചാണ് നോക്കേണ്ടത്. കൺസിഡർ എ പോസിറ്റീവ് ചാർജ് Q മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് B വിത്ത് എ വെലോസിറ്റി V. Consider a positive charge Q moving in a magnetic field. Moving in a magnetic field of intensity B. The velocity of the charge is V, vector V. Let theta be the angle between the direction of V and B. Let theta be the angle between the direction of B and the direction of V. The force F on the charge Q depends on the force acting on the charge depends on what and what? The magnitude of the charge Q, the velocity of the charge V, the magnetic field strength B, and the angle theta between V and B. അപ്പം 4 ഫാക്ടേഴ്സിനെ ആണ് ഈ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞു വന്നത് ഇത്രയാണ്. ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു എക്സ്റ്റേണലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് Q എന്ന് പറയുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തെ ഫാക്ടർ ഏതാണ്? വെലോസിറ്റി ഓഫ് ദി ചാർജ്, വെലോസിറ്റി ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ. മൂന്നാമതാണ് the external magnetic field, the magnetic field strength B യെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ the angle theta. What is the angle theta? It is the angle between the direction of velocity and the direction of magnetic field. Experimentally നമുക്ക് മനസ്സിലായത് the force is directly proportional to Q ആണ്. അതേപോലെ തന്നെ force is directly proportional to velocity ആണ്. Force is directly proportional to magnetic field ആണ്. അതേപോലെ തന്നെ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദി ആംഗിൾ തീറ്റ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദി ആംഗിൾ തീറ്റ. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യു വി ബി സൈൻ തീറ്റ. എഫ് ഈസ് ഈക്വൽ ടു എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യു വി ബി സൈൻ തീറ്റ. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്, 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, എഫ് ഈസ് ഈക്വൽ ടു QVB sin theta. F is equal to QVB sin theta. അപ്പോൾ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. F is equal to QVB sin theta. That is, when a charge particle Q moving with a velocity V
in a magnetic field B, then it will experience a force F is equal to QVB sin theta. വെക്ടർ ഫോമിൽ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് നമുക്ക് വെക്ടർ ഫോമിൽ നമുക്ക് എഴുതാം എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് ആണ് വരുന്നത്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇനിയും ഇതിന്റെ സ്പെഷ്യൽ കേസുകളാണ് നോക്കുന്നത്. when theta is equal to 90 degree, theta 90 degree എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെലോസിറ്റി അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അതല്ലെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തീറ്റയുടെ വാല്യൂ എന്താണ്? തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി വരും. സൈൻ 90 എത്രയാ വരിക? സൈൻ 90യുടെ വാല്യൂ 1 ആണ് അല്ലേ? 1 ആണ്. അപ്പോൾ നമുക്ക് സൈൻ 90 1 ആവും. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് എഴുതാം. ഇപ്പോൾ ഫോഴ്സ് മാക്സിമം ആണ്. എപ്പോഴാണ് അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിളിൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഏത് ഡയറക്ഷൻ മൂവ് ചെയ്താൽ ഫോഴ്സ് മാക്സിമം ആകും? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാക്സിമം ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുക. രണ്ടാമത്തെ കേസ് തീറ്റ ഈക്വൽ ടു 0 ഓർ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ചാർജ് മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയാണ്, അല്ല എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സെയിം ഡയറക്ഷൻ ആണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഈ കേസിൽ എന്താ സംഭവിക്കുക? സൈൻ 0യുടെ വാല്യൂ എത്ര? സൈൻ 0യുടെ വാല്യൂ 0 ആണ്. സൈൻ 180യുടെ വാല്യൂ എന്തുവാണ്? സൈൻ 180യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി പോകും. അപ്പോൾ ഫോഴ്സ് എന്താവും? ഫോഴ്സും 0 ആയി പോകും. അപ്പം ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ആണ് ട്രാവൽ ചെയ്യുന്നതുണ്ടെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്. അതായത് ചാർജ് പാർട്ടിക്കിൾ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ദി സെക്കൻഡ് കേസ്. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് V equal to 0 ആയ കേസ്. V equal to 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിളിനെ സ്റ്റേഷനറി ആയിട്ട് നിർത്തി മൂവ് ചെയ്യിക്കാതെ വെറുതെ വെച്ചു. അപ്പോൾ അതിൽ ഫോഴ്സ് വല്ലതും ആക്ട് ചെയ്യുമോ? വെലോസിറ്റി 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് 0 ആകും. ഓക്കെ, അപ്പം ഫോഴ്സ് 0 ആയി. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ വെറുതെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ല. ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യത്തുള്ളൂ. It means no force acts on the charge when it is at rest. Thus, the magnetic field exerts force only on moving charges. The magnetic field exerts force only on moving charges. Clear ആയോ? ഇനി ഫോഴ്സ് വെക്ടർ ഫോമിൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കിട്ടും? എങ്ങനെ കണ്ടുപിടിക്കാം? ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ ഏത് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ, റേച്ചൽ,
Right hand thumb rule. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അല്ല. Right hand grip rule. ഇതിൻ്റെ അത് കുറേ ഡയറക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട. നമ്മൾ ഇതുവരെ 3 റൂളാണ് പഠിച്ചത്. ഓക്കെ, 3 റൂൾ. അതിലെ 3 റൂളിൽ ആദ്യത്തെ റൂള് ഞാൻ പറഞ്ഞത് വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ, അതായത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു റൂളാണ്. ഏത് ക്രോസ് പ്രോഡക്റ്റ് എടുത്താലും അതിന് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞ ഒരു റൂൾ, അത് ഞാൻ പറയാം. രണ്ടാമത് നമ്മൾ പഠിച്ചത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ നമ്മൾ എവിടെ അപ്ലൈ ചെയ്തത്? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ് ക്ലോസ് ചെയ്യണം, തമ്പ് ഇങ്ങനെ കാണിക്കണം. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ നമ്മൾ പഠിച്ചത് ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്, വട്ടത്തിലുള്ള ഒരു കണ്ടക്ടറാണ്, അതിലൂടെ കറണ്ട് ഒഴുകുന്നു. അപ്പോൾ അതിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ വട്ടത്തിലാണ് കോയിൽ ഇരിക്കുന്നത്, സർക്കുലർ ആണ് കണ്ടക്ടർ ഇരിക്കുന്നത്, അപ്പോൾ കറണ്ട് ഒഴുകുന്നതും സർക്കുലർ ഷേപ്പിലാണ്. അപ്പൊ കറണ്ട് സർക്കുലർ ഷേപ്പിൽ ഒഴുകുന്നതുകൊണ്ട് നമ്മുടെ ഫിംഗേഴ്സും സർക്കുലർ ഷേപ്പിൽ വെച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് നമ്മുടെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. പിന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ പഠിച്ചു. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ പഠിച്ച എവിടെയാണെന്ന് അറിയാമോ? ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കണ്ടക്ടർ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തമ്പാണ് നമ്മൾ ആ കറണ്ടിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണ് നമ്മുടെ ഈ ക്ലോസ്ഡ് ഫിംഗേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. അപ്പോൾ ഒന്ന് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ, മറ്റൊന്ന് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഓക്കെ, അത് രണ്ടും കറണ്ട് ഒഴുകുന്ന ഒരു കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇത് വെക്റ്റർ പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ ആണ്. വെക്റ്റർ പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ ഏത് ക്രോസ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ സ്ക്രൂ റൂൾ ഉപയോഗിക്കാം. സ്ക്രൂ റൂൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. സ്ക്രൂ റൂൾ ഞാൻ പറഞ്ഞാണ്. ഇതാണ് സ്ക്രൂ റൂൾ. ഒരു സ്ക്രൂ എടുക്കുന്നു, സ്ക്രൂവിനെ നമ്മൾ തിരിക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഏത് ഡയറക്ഷനിൽ പെനിട്രേറ്റ് ചെയ്യും, ആ ഡയറക്ഷൻ ആണ് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ. ഈ റൂളിന് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്ന മറ്റൊരു പേര് കൂടെ പറയുന്നുണ്ട്, സ്ക്രൂ റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂളിലെ നമ്മളുടെ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെച്ചിട്ട് ഓരോ വെക്ടറും ഓരോ ഡയറക്ഷനിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഈ സ്ക്രൂ റൂൾ ഓർത്തിരിക്കാനാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ക്രൂ റൂൾ എന്ന് മാത്രം പറയുന്നത്. അപ്പോൾ സ്ക്രൂ റൂളിന് മറ്റൊരു പേരാണ് റൈറ്റ് ഹാൻഡ് റൂൾ. അതിന് റൈറ്റ് ഹാൻഡ് തമ്പെന്നോ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് എന്നോ പറയത്തില്ല, റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് വെക്ടർ റൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സ്ക്രൂ റൂൾ. ഈ സ്ക്രൂ റൂൾ ഉണ്ടെങ്കിൽ ഏത് വെക്ടറിന്റെയും ക്രോസ് പ്രോഡക്റ്റിന്റെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, ഒരു സ്ക്രൂ, റൈറ്റ് ഹാൻഡ് സ്ക്രൂ, അതിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വി ക്രോസ് ബി ആണ്. ശ്രദ്ധിക്കുക, വി ക്രോസ് ബി. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? വിയിൽ നിന്നും ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, വിയിൽ നിന്നും ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പം വി ഇതാണ്, വിയുടെ ഡയറക്ഷനിൽ നിന്നും ബിയുടെ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഈ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ എങ്ങോട്ടും ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ ഫോഴ്സ് ആണ്. റിസൾട്ടന്റ് ഇവിടെ ഫോഴ്സ് ആയതുകൊണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ഈ സ്ക്രൂ പെനിട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ക്രൂ അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ഫോഴ്സ്. ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് നേരെ തിരിച്ചും പറയാം. ഈ ആക്സിസ് മാഗ്നറ്റിക് ഫീൽഡും ഈ ആക്സിസ് വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ക്രൂ എങ്ങോട്ടാണ് പോകുന്നത്? സ്ക്രൂ താഴേക്കാണ്, ലൂസായി താഴോട്ട് വരും. ഈ ഡയറക്ഷനാണ് കാണിക്കുന്നത്, ലൂസായി താഴോട്ട് വരും. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്ന ആ 2 ഡയറക്ഷനും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. അത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ മുകളിലോട്ടാകാം അല്ലെങ്കിൽ താഴോട്ടാകാം. അപ്പോൾ അത് ഏത്
ആംഗിൾ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വി ക്രോസ് ബി ആയതുകൊണ്ട് വിയിൽ നിന്നും ബിയിലേക്കാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രൂ അഡ്വാൻസ് ചെയ്യുന്നത് മുകളിലേക്കാണ്. അപ്പോൾ ഇതാണ് സ്ക്രൂ റൂൾ. അപ്പോൾ ഏത് ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ സ്ക്രൂ റൂൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒത്തിരി റൂളൊക്കെ പഠിച്ച് ആ കൺഫ്യൂഷൻ ആകണ്ട, ഇനിയും റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിച്ച 3 റൂൾസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് സ്ക്രൂ റൂൾ. അപ്പോൾ സ്ക്രൂ റൂൾ ആണ് ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് നൽകുന്നത്. നമുക്ക് ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബിക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതിന് മറ്റു ചില പേരുകളൊക്കെ പറയാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയാറുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷനിൽ നിന്നും അതിനെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ക്യു വി ബി സൈൻ തീറ്റയാണ്. F is equal to QVB sin theta. അതിൽ നിന്ന് ബിയുടെ ഇക്വേഷൻ എഴുതാം. B is equal to F divided by QV sin theta എന്ന് എഴുതാം. ഓക്കെ, ഇനി ക്യൂവിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുത്തു. അതായത് 1 coulomb ഓഫ് ചാർജ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. അതിൻ്റെ വെലോസിറ്റി 1 meter/second ആണ്. 1 meter അതും യൂണിറ്റ് ആയിട്ട് എടുത്തു. തീറ്റയുടെ വാല്യൂ 90 ആയിട്ട് എടുത്തു. തീറ്റയുടെ വാല്യൂ 90, അതായത് വെലോസിറ്റിയുടെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷൻസ് തമ്മിലുള്ള ആംഗിൾ 90 ആയിട്ട് എടുത്തു. അപ്പോൾ സൈൻ 90 1 ആവും. അപ്പോൾ ഇതെല്ലാം 1 ആയി മാറി. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് B is equal to F എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B യെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹെൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് മേ ബി ഡിഫൈൻഡ് ആസ് the magnetic force experienced by a unit charge moving with unit velocity at right angle to the magnetic field. So magnetic field intensity എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? Hence magnetic field intensity at a point may be defined as the magnetic force experienced by unit charge moving with unit velocity at right angle to the magnetic field. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഒരു യൂണിറ്റ് ചാർജ് യൂണിറ്റ് വെലോസിറ്റിയിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാവൽ ചെയ്താൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിനെയാണ് നമുക്ക് ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഹെൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് ചാർജ് മൂവിംഗ് വിത്ത് യൂണിറ്റ് വെലോസിറ്റി അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ യൂണിറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ടെസ്ല പഠിച്ചതാണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ പഠിച്ചതാണ്, ഗോസസ് പഠിച്ചതാണ്. ഓക്കെ, SI യൂണിറ്റ് ടെസ്ലയാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ബാക്കിയുള്ള യൂണിറ്റ്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അടുത്തത് ഫോഴ്സ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. ഇഫ് എ ടെസ്റ്റ് ചാർജ് പ്ലസ് Q is placed at a point in an electric field where its intensity is E, it will experience a force F is equal to QE. ഓർക്കുന്നുണ്ടല്ലോ, F is equal to QE. Q coulomb ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയിൽ വെക്കുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് electrostatic force ആണ് F is equal to QE. The direction of F is same as that of E, and it will begin to move in the direction of field intensity E. അപ്പം ഒരു ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ അതിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F is equal to QE. ഈ ഫോഴ്സ് മൂലം എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനിലേക്ക് ആ ചാർജ് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജിന്റെ കേസാണ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്തുവായിരുന്നു നമ്മൾ പഠിച്ചത്? കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ അതേ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. എന്നാൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. അതായത് ഒരു പോസിറ്റീവ് പ്രോട്ടോൺ പോലുള്ള ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ആ
പ്രോട്ടോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അതേ ഡയറക്ഷൻ ആണ്. എന്നാൽ ഒരു നെഗറ്റീവ് ചാർജ് ആയ ഇലക്ട്രോൺ ആണ് വെക്കുന്നതെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കേസാണ്. ജസ്റ്റ് ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഇപ്പോൾ പഠിച്ച ഫോഴ്സിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ലോറൻസ് ഫോഴ്സ് എന്നാണ് പറയുക. എന്താണ് ലോറൻസ് ഫോഴ്സ് നോക്കാം. ലെറ്റ് എ പോയിന്റ് ചാർജ് Q മൂവിംഗ് വിത്ത് എ വെലോസിറ്റി V in presence of both electric field and magnetic field. It experiences a net force called Lorentz force. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്ന ഒരു ചാർജ് V വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്. എതിലേക്കൂടാണ് അത് മൂവ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡും ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു സ്പേസിൽ കൂടി. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്പേസിൽ കൂടി ഒരു Q എന്ന് പറയുന്ന ചാർജ് V വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ആക്ട് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് കൊടുക്കും, കൂടാതെ മാഗ്നറ്റിക് ഫീൽഡും ഒരു ഫോഴ്സ് കൊടുക്കും. അതുകൊണ്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് അതിനെ ലോറൻസ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to Q into E plus Q in V cross B. അതായത് നമ്മൾ ഇലക്ട്രിക് ഫോഴ്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് QE ആണ്. മാഗ്നറ്റിക് ഫീൽഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് Q into V cross B ആണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് അങ്ങനെ എഴുതാം. ഇത് രണ്ടും കൂടെ സം ചെയ്യുക. സം ചെയ്യുമ്പോൾ നമുക്ക് Q കോമൺ ആയിട്ട് എടുക്കാം. Q കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വെക്ടർ E പ്ലസ് വെക്ടർ V ക്രോസ് വെക്ടർ B that is equal to F. ഇതാണ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? If a charge Q moves with a velocity V in the presence of both electric field and magnetic field, then it will experience a force called Lorentz force. The equation for Lorentz force is F is equal to Q into E plus V cross B. അതായത് Q into E എന്ന് പറയുന്നത് F ഇലക്ട്രിക് എന്ന് എഴുതാം. F ഇലക്ട്രിക്. അതുപോലെ F is equal to Q into V cross B എന്നുള്ളത് F മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് എഴുതാം. F മാഗ്നറ്റ്. അപ്പോൾ F ഇലക്ട്രിക്കും F മാഗ്നറ്റിക് ഫോഴ്സും കൂടെ കമ്പൈൻഡ് ആയിട്ട് ആ ചാർജിൽ ആക്ട് ചെയ്യും. അതിന്റെ ഇക്വേഷൻ ആണ് എഴുതിയേക്കുന്നത്. ഇതാണ് ലോറൻസ് ഫോഴ്സ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കുക. ദി ഇലക്ട്രിക് ഫോഴ്സ് ആക്ട്സ് ഓൺ any charge particle whether at rest or in motion, but magnetic force acts only on moving charge particle. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫോഴ്സ് അതായത് QE എന്ന് പറയുന്ന ഫോഴ്സ് ചാർജ് റെസ്റ്റിലാണെങ്കിലും ആക്ട് ചെയ്യും, മൂവ് ചെയ്യുമ്പോഴും ആക്ട് ചെയ്യും. എന്നാൽ മാഗ്നറ്റിക് ഫോഴ്സ് ആയ F is equal to Q into V cross B എപ്പോൾ മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ? മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ആ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇലക്ട്രിക് ഫോഴ്സ് റെസ്റ്റിലായിരിക്കുമ്പോഴും മൂവ് ചെയ്യുമ്പോഴും ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സ് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, NCERT solved 4.2. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. If the magnetic field is parallel to the positive y-axis and
the charged particle is moving along positive x-axis, which way would the Lorentz force be for a proton, which is a positive charge, and an electron for a negative charge? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് പാരലൽ ടു വൈ ആക്സിസ്. അപ്പം വൈ ആക്സിസ് ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റിലെ പിക്ചറാണ് എടുത്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ വെലോസിറ്റി ആണ് അല്ലേ, എക്സ് ആക്സിസിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ. വെലോസിറ്റി ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിസ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാണ്, അകത്തോട്ടാണ് വൈ ആക്സിസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻഡു ആണ്. ഇൻഡു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആക്ടിങ് ഇൻവേർട്ട്. അകത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിന്റെ കേസ് എടുക്കാം. ഫസ്റ്റ് പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നേരത്തെ പഠിച്ച പോലെ സ്ക്രൂ റൂൾ ഉപയോഗിക്കാം. സ്ക്രൂ റൂൾ ഉപയോഗിച്ച് അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. പക്ഷേ സ്ക്രൂ റൂൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഏത് ഡയറക്ഷൻ ആണ് അത്? പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ ആണോ നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ ആണോ എന്നുള്ള ഒരു തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്കലി പോവുകയാണെങ്കിൽ ആ എറർ നമുക്ക് ഒഴിവാക്കാം. അപ്പം മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം നോക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വൈ ആക്സിസിന് പോസിറ്റീവ് വൈ ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് വൈ ആക്സിസ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ബി യെ നമുക്ക് എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി, അത് ബി ആയിട്ട് എഴുതാം. അതിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടറായ ജെ ക്യാപ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എക്സ് ആക്സിസിലാണെങ്കിൽ ഐ ക്യാപ്, വൈ ആക്സിസിലാണെങ്കിൽ ജെ ക്യാപ്, ഇസഡ് ആക്സിസിലാണെങ്കിൽ കെ ക്യാപ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് പോസിറ്റീവ് വൈ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം ബി ഇൻറ്റു ജെ ക്യാപ്. അപ്പം വെക്ടർ ബി ഇതാണ് വെക്ടർ ബി. അപ്പം വെക്ടർ ബിക്കുള്ള പ്രത്യേകത അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ വെക്ടർ അല്ല വെറും ബി എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ആ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജെ ക്യാപ് എന്ന് പറയുന്നത് എന്താണ്? ആ വെക്ടർ ബിയുടെ ഡയറക്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെക്ടർ ബിയെ ബി ഇൻറ്റു ജെ ക്യാപ്. സിമിലർലി വെലോസിറ്റി ഈസ് ആക്ടിങ് അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ ബി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ക്യാപ് എന്ന് എഴുതാം. ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നാണ്. അപ്പോൾ വിയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വി ഐ ക്രോസ് ബി ജെ ക്യാപ് എന്ന് എഴുതാം. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് എല്ലാം നമുക്ക് പുറത്തോട്ട് എടുക്കാം. മാഗ്നിറ്റ്യൂഡ് എല്ലാം പുറത്തോട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ വി ബി ബ്രാക്കറ്റിൽ എന്താണ്? ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ്. ഐ ക്യാപ് ക്രോസ് ജെ ക്യാപ് എന്ത് കിട്ടും? ക്രോസ് പ്രോഡക്റ്റിന്റെ റൂൾ ഇതാണ്. ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ്, ജെ ക്രോസ് കെ എന്ന് പറയുന്നത് ഐ ആണ്, കെ ക്രോസ് ഐ എന്ന് പറയുന്നത് ജെ ആണ്. ഐ ജെ കെ. അപ്പം ഐ ക്രോസ് ജെ കെ കിട്ടും, ജെ ക്രോസ് കെ ഐ കിട്ടും, അതുപോലെ തന്നെ കെ ക്രോസ് ഐ ജെ കിട്ടും. ഇനി നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ജെ ക്രോസ് ഐ മൈനസ് കെ ആയിരിക്കും, കെ ക്രോസ് ജെ മൈനസ് ഐ ആയിരിക്കും, ഐ ക്രോസ് കെ മൈനസ് ജെ ആയിരിക്കും. അതേപോലെ തന്നെ ഐ ക്രോസ് ഐ 0 ആണ്. കാരണം എന്താ? ഐ ക്രോസ് ഐ എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു സൈൻ തീറ്റ. ആംഗിൾ എന്താ? രണ്ടിൻ്റെയും സെയിം ഡയറക്ഷൻ അല്ലേ? ഐയും സെയിം ഡയറക്ഷൻ അല്ലേ? അപ്പോൾ സൈൻ 0 ആണ് കിട്ടുക. സൈൻ 0 ആണ്, അതുകൊണ്ടാണ് ഇത് 0 ആയി പോകുന്നത്. അതുപോലെ ജെ ക്രോസ് ജെ 0 ആണ്, കെ ക്രോസ് കെ 0 ആണ്. അപ്പം ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഇത് നിങ്ങൾ ഓൾറെഡി മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, അറിയാമായിരിക്കും. എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ നമുക്ക് ഐ ക്രോസ് ജെ ആണ്. ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ്. കെ. അപ്പോൾ നമുക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്? ഫോഴ്സിന്റെ ഡയറക്ഷൻ കെയുടെ ഡയറക്ഷൻ, പോസിറ്റീവ് കെയുടെ ഡയറക്ഷൻ, അതായത് ഇസഡ് ഡയറക്ഷൻ. പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് വിൽ ആക്ട് അലോങ് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ ഇൻ ദ കേസ് ഓഫ് പ്രോട്ടോണിന്റെ കേസ്. ഇനി ഇലക്ട്രോണിന്റെ കേസിലോ? ഇലക്ട്രോണിന്റെ കേസിൽ നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ഈ ക്യൂവിന് നമ്മൾ ഒരു മൈനസ് സൈൻ കൊടുക്കണം. ക്യൂവിന് മൈനസ് സൈൻ കൊടുത്തു. അപ്പോൾ ക്യൂ വി ബി മൈനസ് കെ എന്ന് എഴുതാം. മൈനസ് കെ. അപ്പോൾ ഇലക്ട്രോണിന്റെ കേസിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മൈനസ് ഇസഡ് ഡയറക്ഷനിലായിരിക്കും. മൈനസ് ഇസഡ് ഡയറക്ഷൻ. ക്ലിയർ ആയോ? ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എക്സാമിനേഷൻ. ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. സ്ക്രൂ റൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം അത് പോസിറ്റീവ് ഡയറക്ഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. പക്ഷേ അത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മൾ ചെയ്യുവാണെങ്കിൽ തെറ്റ് വരത്തില്ല. അതുകൊണ്ടാണ് ഇത് പഠിപ്പിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇതൊന്ന് ചെയ്തേ. ഇത് കുറേ വർഷം ചോദിച്ചാണ്. 2007, 2010, 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ? A beam of alpha particles projected along positive x-axis experiences a force due to a magnetic field along positive y-axis. What is the direction of magnetic field? ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? A beam of alpha particle. ആൽഫ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ആകുമ്പോൾ അത് പോസിറ്റീവ് പാർട്ടിക്കിൾ ആണോ നെഗറ്റീവ് പാർട്ടിക്കിൾ ആണോ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് പാർട്ടിക്കിൾ ആണ്. ബിക്കോസ് അത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ. It is projected along positive x-axis. It is projected along positive x-axis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ ഡയറക്ഷൻ ആണ് x-axis? F is equal to QVB sin theta അല്ലേ? QVB അല്ലെങ്കിൽ Q into V cross B. അപ്പോൾ അതിൽ ഏത് ടേമിന്റെ ഡയറക്ഷൻ ആണ് x-axisൽ പറഞ്ഞിരിക്കുന്നത്? പോസിറ്റീവ് x-axisൽ പറഞ്ഞിരിക്കുന്നത് velocity. It is projected along positive x direction. അതായത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ x ഡയറക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? v into I cap എന്ന് എഴുതാം. ഓക്കെ. ഇനി experiences a force due to a magnetic field along positive y axis. അപ്പോൾ പോസിറ്റീവ് y axisൽ എന്തിന്റെ ഡയറക്ഷൻ ആണ്? Force direction. Experiences a force due to magnetic field ആണ്. അപ്പം ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് എന്തിന്റെ ഡയറക്ഷൻ? പോസിറ്റീവ് y ഡയറക്ഷൻ. അപ്പം ഫോഴ്സ് ഈസ് ഈക്വൽ ടു എഫ്. എഫ് ഏത്? y ആണ് അല്ലേ? അപ്പോൾ ജെ ക്യാപ്. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു വി ക്രോസ് ബി ആണ്. Q into V I cap F J cap is equal to Q into cross vector B. Okay. അപ്പോൾ നമുക്ക് ഇവിടെ I വെക്ടറിനെ
എന്തോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജെ ക്യാപ്പ് കിട്ടണം. ജെ ക്യാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ എ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മൈനസ് കെ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലേ? ഐ ക്രോസ് കെ ആണ് മൈനസ് ജെ. ഐ ക്രോസ് കെ ആണ് മൈനസ് ജെ. നമുക്ക് പ്ലസ് ജെ ആണ് വേണ്ടത്. അപ്പോൾ ഐ ക്രോസ് മൈനസ് കെ. ഐ ക്രോസ് മൈനസ് കെ ആണ് പ്ലസ് ജെ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ മൈനസ് കെയുടെ ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതായത് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ. നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിട്ട് കിട്ടുക. നെഗറ്റീവ് ഇസഡ് ആക്സിസ്. ഇത് പോസിറ്റീവ് പാർട്ടിക്കിളിന്റെ കേസാണ്. നെഗറ്റീവ് പാർട്ടിക്കിൾ ആണെങ്കിൽ പ്ലസ് കെ ആയിട്ട്. കാരണം ചാർജ് ക്യൂവിന് നമ്മളൊരു നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ അതും ഇതുമായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്തോട്ട് പ്ലസ് കെ ആയിട്ട്. ക്ലിയർ ആയോ? ഇത് നമുക്ക് ഒരു സ്ക്രൂ റൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് മാത്തമാറ്റിക്കൽ രീതിയാണ്. അടുത്തത് 2008 ചോദിച്ച ക്വസ്റ്റ്യൻ. സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. If a particle of charge q is moving with velocity v along y-axis and the magnetic field B is acting along z-axis, use the expression F is equal to q into v cross B to find the direction of force acting on it. ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. നോക്കൂ. Velocity is along y-axis. Velocity is along y-axis. J cap. Okay, and magnetic field B is along z direction. K cap. Force കണ്ടുപിടിക്കണം. പറയാമോ? Aaron. Rohit. What is the direction of force here? Sean? Exact. It is along positive x direction. It is along positive x direction.
Okay. An electron does not suffer any deflection while passing through a region of uniform magnetic field. What is the direction of magnetic field? An electron does not suffer any deflection while passing through a region of uniform magnetic field. ഒരു ചാർജ് പാർട്ടിക്കിളായ ഇലക്ട്രോൺ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ട്രാവൽ ചെയ്തപ്പോൾ അതിന് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൽ യാതൊരു ഫോഴ്സും ആക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാണ്? അതായത് അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കണം? ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കണം. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പാരലൽ ഓർ ആന്റി പാരലൽ ടു ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ. Magnetic field should be parallel or anti-parallel to the direction of velocity of the electron. Then the force acting on the electron due to the magnetic field is 0. Another question. Write the expression for Lorentz magnetic force on a particle of charge Q moving with velocity v in a magnetic field B. Show that no work is done by this force on the charge particle. അപ്പം ഫസ്റ്റ് നമുക്ക് ഒരു ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു ഷോ നോ വർക്ക് ഈസ് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഓൺ ദി ചാർജ് പാർട്ടിക്കിൾ. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ചാർജ് പാർട്ടിക്കിൾ യാതൊരുവിധ വർക്കും ചെയ്യുന്നില്ല എന്ന് പറയും. വർക്കിന്റെ ഇക്വേഷൻ എന്തുവാ? വർക്കിന്റെ ബേസിക് ഇക്വേഷൻ എന്തുവാ? വർക്കിന്റെ ബേസിക് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഫോഴ്സ് എഫ് ഡോട്ട് എസ്. അപ്പം വർക്ക് ചെയ്യുന്ന പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോഴ്സ്, ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കണം. ആ ബോഡി ഫോഴ്സിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ വർക്ക് നടക്കത്തുള്ളൂ. അപ്പൊ എഫ് ഡോട്ട് എസ് ആണ്, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എഫ് എസ് കോസ് തീറ്റ എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. എഫ് മാഗ്നറ്റിക് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. വർക്ക് ഡണിന്റെ ഇക്വേഷൻ എഴുതാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ്. ഇവിടെ എഫ് മാഗ്നറ്റിക് ആണ്, അതുകൊണ്ട് എഫ് മാഗ്നറ്റിക് ഡോട്ട് എസ് എന്ന് എഴുതാം. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ നമുക്ക് വെലോസിറ്റിയുടെ ടേമിലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെ മാറ്റണം. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എസിന് പകരം എന്ത് കൊടുക്കാം? വി ഇൻറ്റു ടി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം എഫ് മാഗ്നറ്റിക് ഡോട്ട് വി ടി എന്ന് എഴുതാം. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? എഫ് മാഗ്നറ്റിക് വി ടി കോസ് തീറ്റ എന്ന് എഴുതാം. വി ടി കോസ് തീറ്റ. ഓക്കെ, ഇനി തീറ്റയുടെ വാല്യൂ എന്തുവാ? തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഇവിടെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ വെക്ടറിന്റെയും ഈ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. വെലോസിറ്റിയുടെ ഡയറക്ഷനും ഫോഴ്സിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു, ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും ആക്ട് ചെയ്യുക. അപ്പം വെലോസിറ്റിയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് കോസിന്റെ വാല്യൂ 90. കോസ് 90 എത്രയാ? കോസ് 90 0 ആണ്. അതുകൊണ്ട് വർക്ക് ഡൺ W എന്ന് പറയുന്നത് 0 ആണ്. വർക്ക് ഡൺ 0 ആണ്. അതായത് ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിലൊരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യും. എന്നാൽ ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്
ആ ചാർജ് പാർട്ടിക്കിൾ വർക്ക് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മൂലം അതിന്റെ വെലോസിറ്റിക്കോ ഒന്നും ചേഞ്ച് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഡയറക്ഷനോ വെലോസിറ്റിക്കോ ഒന്നും ചേഞ്ച് ഉണ്ടാവത്തില്ല. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഫോഴ്സ് മൂലം അതിന് എഫക്റ്റ് ഒന്നുമില്ല. അപ്പം അതാണ് വർക്ക് ചെയ്തില്ല. വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് നടത്തണം. അപ്പോൾ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ട് ഇവിടെ വർക്ക് 0 ആണെന്നാണ് നമ്മൾ ഫിസിക്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് W ഈസ് ഈക്വൽ ടു 0 ആണ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മൾ അതിനെ പ്രൂവ് ചെയ്യുക. മാത്തമാറ്റിക്കലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു എഫ് മാഗ്നറ്റിന്റെ വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q ഇൻറ്റു V ക്രോസ് ബി ഡോട്ട് VT എന്ന് എഴുതാം. ഇനി V ക്രോസ് ബി ഡോട്ട് B 0 ആണ്. അപ്പോൾ നമുക്ക് വർക്ക് ഡണിന്റെ വാല്യൂ 0 ആയിട്ട് കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി മാഗ്നറ്റിക് ഫോഴ്സ്, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ മൂവിംഗ് ചാർജ് പാർട്ടിക്കിൾ ഈസ് 0. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. Okay, അടുത്തത് motion of a charged particle in a magnetic field. അതിൽ ഫസ്റ്റ് കേസ് ചാർജ് പാർട്ടിക്കിൾ എൻ്ററിങ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് പാർട്ടിക്കിൾ റൈറ്റ് ആംഗിളിൽ 90 ഡിഗ്രി ആംഗിളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് പാർട്ടിക്കിൾ ഏത് രീതിയിൽ മൂവ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കൺസിഡർ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B ആക്ടിംഗ് perpendicular to the plane of the paper and directed into the paper as shown in the figure. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻഡു ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പേപ്പറിന്റെ പ്ലെയിനിന് ഇൻവേർഡ് ആയിട്ടാണ്, പേപ്പറിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻവേർഡ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഇത്. കൺസിഡർ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B ആക്ടിംഗ് perpendicular to the plane of the paper and directed into the paper as shown in the figure. Let a charged particle having charge plus Q enters in this magnetic field with a velocity V normal to the direction of magnetic field. ഒരു ചാർജ് പാർട്ടിക്കിൾ ഈ സ്പേസിലേക്ക് എൻ്റർ ചെയ്യുകയാണ്, എൻ്റർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അകത്തോട്ടാണ്, ഇൻവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെ മൂവ് ചെയ്യുമെന്ന് നോക്കാം. Then the force acting on the charge plus Q due to the magnetic field is F is equal to QVB sin theta ആണ്. തീറ്റയുടെ വാല്യൂ 90 ആകും, കാരണം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും വെലോസിറ്റിയുടെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തീറ്റയുടെ വാല്യൂ 90 ആകും, സൈൻ 90യുടെ വാല്യൂ 1 ആകും. അതുകൊണ്ട് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to QVB ആണ്. അപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F is equal to QVB ആണ്. ഇനി this force is perpendicular to both V and B. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇൻവേർഡ് ആണെന്ന് പറഞ്ഞു, വെലോസിറ്റിയുടെ ഡയറക്ഷൻ അതിന് പെർപെൻഡിക്കുലർ, ഇങ്ങനെ നമുക്ക് y ആക്സിസിൽ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ x ആക്സിസിലായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് സ്ക്രൂ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അകത്തോട്ട് കിട്ടും. നെഗറ്റീവ് x ഡയറക്ഷനിലായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടുക. അപ്പോൾ ദിസ് F is equal to QVB is acting along this direction. ഈ പോയിന്റിൽ the force is perpendicular to both V and B, hence no work is done on the charged particle by the magnetic field. ഇവിടെ വർക്ക് ഒന്നും നടക്കുന്നില്ല, കാരണം
മാഗ്നറ്റിക് ഫീൽഡ് ഈ ചാർജ് പാർട്ടിക്കിൾ വർക്ക് ഒന്നും ചെയ്യുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഈ ചാർജ് പാർട്ടിക്കിൾ വർക്ക് ഒന്നും വർക്ക് സീറോ ആണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് മുമ്പ് പ്രൂവ് ചെയ്ത കേസാണ്. അതുകൊണ്ട് അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഹെൻസ് നോ വർക്ക് ഈസ് ഡൺ ഓൺ ദി ചാർജ് പാർട്ടിക്കിൾ ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. The force F is equal to QVB remains a constant. This constant force provides a centripetal force to the charge particle. അപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? അത് അതിൻ്റെ പാത്ത് ഒരു സർക്കുലർ പാത്തിലേക്ക് മൂവ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ 3 പോയിന്റ്സ് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി അതിൻ്റെ ടാൻജൻ്റ് ആയിട്ട് സർക്കിളിൻ്റെ ടാൻജൻ്റ് ആയിട്ട് ഇങ്ങോട്ട് ആക്ട് ചെയ്യും, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് അകത്തോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഫോഴ്സ് ഈ പോയിന്റിൽ ഇൻവേർഡ് ആണ്, ഈ പോയിന്റിൽ ഇൻവേർഡ് ആണ്, ഈ പോയിന്റിൽ ഇൻവേർഡ് ആണ്. ഈ ഫോഴ്സ് മൂലമാണ് ഇതൊരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. F is equal to QVB എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. അത് ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് ഇതിന് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. This constant force provides a centripetal force to the charge particle. As a result, the particle describes a circular path. അപ്പം പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ സഞ്ചരിക്കും. അതിന് സഞ്ചരിക്കാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമുണ്ട്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റേതെങ്കിലും ഫോഴ്സ് ആയിരിക്കും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സർക്കുലർ പാത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പാത്തിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമുണ്ട്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഫോഴ്സ് ആണ്? എർത്തും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിമിലർലി നമ്മളൊരു സൈക്കിൾ ഒരു സർക്കുലർ റോഡിൽ കൂടി സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമുണ്ട്. ആ കേസിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? എവിടുന്നാ കിട്ടുക? ആർക്കും അറിയാം? ആ കേസിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൈക്കിളിന്റെ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് നമുക്കവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരു സർക്കുലർ പാത്തിൽ ഒരു ബോഡിക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമുണ്ട്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എപ്പോഴും മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഈ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമുണ്ട്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം പഠിച്ചത്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv²/r എന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷൻ. ഓക്കെ, if m is the mass of the charged particle and r is the radius of the circular path, then centripetal force is equal to magnetic Lorentz force, because here the centripetal force is provided by magnetic Lorentz force. Centripetal force in equation mv²/r എന്നാണ് പഠിച്ചത്. ഇവിടെ magnetic Lorentz force qvb ആണ്. നമുക്ക് അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ഇതിൽ നിന്നും ആറിന്റെ ഇക്വേഷൻ എഴുതാം. ആറിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിയും ഇവിയും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ബാക്കി നമുക്ക് ആറിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? r ഈസ് ഈക്വൽ ടു mv/qb എന്ന് എഴുതാം. mv/qb എന്ന് എഴുതാം. ഈ ഇക്വേഷനിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ മാസ് ചാർജ് പാർട്ടിക്കിളുടെ മാസ് കോൺസ്റ്റന്റ് ആണ്, പാർട്ടിക്കിളുടെ ചാർജ് കോൺസ്റ്റന്റ് ആണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷൻ ആണ്? ആർ എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷൻ ആണ്. അതായത് വെലോസിറ്റി കൂടുകയാണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് കൂടും. ഓക്കെ,
The above equation shows that the velocity is proportional to the radius. അതിൽ നമുക്ക് ഈ ഇക്വേഷൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം QBR ഡിവൈഡ് ബൈ M എന്ന് എഴുതാം. QBR ഡിവൈഡ് ബൈ M. രണ്ട് മൂന്ന് ഇക്വേഷൻസ് ഇനി എഴുതി പോകുന്നതേ ഉള്ളൂ. ആറിൻ്റെ ഇക്വേഷനായി, വെലോസിറ്റിയുടെ ഇക്വേഷനായി. ഇനി ഈ ഒമേഗ ഈസ് ദി ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി നമ്മൾ പറയും. ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി. ആംഗുലർ ഫ്രീക്വൻസിയും ലിനിയർ വെലോസിറ്റിയുടെയും തമ്മിലുള്ള റിലേഷൻ എന്തുവരെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്? ആംഗുലർ വെലോസിറ്റിയും ലിനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ലിനിയർ വെലോസിറ്റി v ആണ്, ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണ്. എന്താണ് അത് തമ്മിലുള്ള റിലേഷൻ? What is the relation between angular velocity and linear velocity? അറിയാതെ ആരെങ്കിലും പറയൂ. ആർക്കും അറിയത്തില്ലേ? ഞാൻ തന്നെ പറയാം. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ v ഈസ് ഈക്വൽ ടു r ഒമേഗ എന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒമേഗയുടെ ഇക്വേഷൻ എഴുതാം. ഒമേഗ ഈസ് ഈക്വൽ ടു v ബൈ r എന്ന് എഴുതാം. ഇനി വിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ v ഒമേഗ ഈസ് ഈക്വൽ ടു qb ഡിവൈഡ് ബൈ m എന്ന് എഴുതാം. qb ഡിവൈഡ് ബൈ m. ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി നാലാമത്തെ ഇക്വേഷൻ, ഇഫ് ന്യൂ ഈസ് ദ ലിനിയർ ഫ്രീക്വൻസി. ലിനിയർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, ലിനിയർ ഫ്രീക്വൻസിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്തുവായിരുന്നു നമ്മൾ പഠിച്ചത്? ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ അല്ലെങ്കിൽ 2π എഫ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ അല്ലെങ്കിൽ 2π എഫ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്നും ന്യൂവിൻ്റെ ഇക്വേഷൻ എഴുതാം. ന്യൂ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π എന്ന് എഴുതാം. ഒമേഗ ബൈ 2π, ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് qb ഡിവൈഡ് ബൈ 2π എന്ന് എഴുതാം. Okay. From the above equation, it is clear that the frequency of revolution nu is independent of velocity or energy or kinetic energy. Frequency of revolution, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം അത് കറങ്ങുന്നു, ദാറ്റ് ഈസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. ഈ ഇക്വേഷനിൽ വെലോസിറ്റി ഇല്ല, അതായത് ന്യൂ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. അപ്പോൾ എത്ര വേഗതയിൽ, എത്ര സ്പീഡിൽ അത് മൂവ് ചെയ്താലും അതിൻ്റെ ഫ്രീക്വൻസിയെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി ഓർ എനർജി. വെലോസിറ്റി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ബിക്കോസ് കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv² ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എനർജി. ദിസ് ഇൻഡിപെൻഡൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഇൻ ദ ഡിസൈൻ ഓഫ് സൈക്ലോട്രോൺ. സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ആ ഡിവൈസിൽ ഈ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ തിയറിയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് കോപ്പി ചെയ്യുമോ? An electron moves along positive x direction. അപ്പോൾ electron is moving along positive x direction. It enters into a region of uniform magnetic field B directed along minus z direction. The magnetic field is acting along minus z direction as shown in the figure. Draw the shape of the trajectory followed by the electron after entering the field. അപ്പോൾ ഇലക്ട്രോൺ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമുക്ക് അതിൻ്റെ പാത്ത് വരയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ
അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം നമുക്ക് ട്രാജക്ടറി വരയ്ക്കാൻ വേണ്ടി. ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഫോഴ്സിന്റെ ഇക്വേഷൻ F = Q × V × B ആണ്. ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് x ഡയറക്ഷൻ ആണ് അല്ലേ? അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് VI ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ Z ഡയറക്ഷൻ ആണ്. അത് -Z ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. -Z ഡയറക്ഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് Z ഡയറക്ഷൻ ആയതുകൊണ്ട് K ആണ്. -K ആണ്. അത് കൊടുക്കുക. ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് -E എന്ന് കൊടുക്കാം. Qന് പകരം -E എന്ന് കൊടുക്കാം. ഇപ്പം ഈ മൈനസും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. പിന്നുള്ളത് I × K. I × K എന്ത് കിട്ടും? I × K എന്ന് പറയുന്നത് -J ആണ്. -J. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ -EVBJ എന്ന് എഴുതാം. അതായത് Y ഡയറക്ഷനിലാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. നെഗറ്റീവ് Y ആക്സിസിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് Y ആക്സിസ് ആകുമ്പോൾ താഴേക്ക് അല്ലേ? താഴേക്ക്. അപ്പോൾ അതിൻ്റെ പാത്ത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? പാത്ത് ഇങ്ങനെ വരയ്ക്കാം. ഇത് താഴേക്കാണ് കേട്ടോ. നെഗറ്റീവ് Y ഡയറക്ഷനിലെ ഉണ്ട്. അപ്പം ഒരു സർക്കുലർ പാത്തിലായിരിക്കും അത് മൂവ് ചെയ്യുക. സർക്കിൾ പാത്തിലാണ് മൂവ് ചെയ്യുക. അപ്പം അത് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക. A proton and an electron traveling along parallel paths enters a region of uniform magnetic field acting perpendicular to their path. Which of them will move in the circular path with high frequency? അപ്പം ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരേ പാരലായിട്ട് മൂവ് ചെയ്യുകയാണ്. ഇറ്റ് എൻറ്റേഴ്സ് ഇൻ എ റീജിയൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുകയാണത്. which is acting perpendicular to the path. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വിച്ച് ഓഫ് ദം വിൽ മൂവ് ഇൻ ദ സർക്കുലർ പാത്ത് വിത്ത് ഹൈ ഫ്രീക്വൻസി. കൂടിയ ഫ്രീക്വൻസിയിൽ ഏതാണ് മൂവ് ചെയ്യുന്നത്? അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതണം. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഇതാണ്. ന്യൂ = QB / 2πm. ഇവിടെ ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ചാർജ് സെയിം ആണ്. സെയിം ചാർജ് ആണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് Q സെയിം ആണ്. Q കോൺസ്റ്റന്റ് ആണ് രണ്ടിൻ്റെ. പിന്നെ B വേരി ചെയ്യുന്നില്ല. രണ്ടിൻ്റെ കേസിൽ B സെയിം ആണ്. പിന്നെ M മാസ്. ഏത് മാസ് ഡിനോമിനേറ്ററിലാണ് നടക്കുന്നത്. അപ്പോൾ മാസ് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറയും, മാസ് കുറയുകയാണെങ്കിൽ ഫ്രീക്വൻസി കൂടും. അപ്പോൾ കുറഞ്ഞ മാസ് ഉള്ളതാണ് ഹയർ ഫ്രീക്വൻസിയിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടോണിനാണോ ഇലക്ട്രോണിനാണോ മാസ് കുറവെന്ന് നോക്കിയാൽ മതി. ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻³ കിലോഗ്രാം ആണ്. പ്രോട്ടോണിന്റെ മാസ് 1.6 × 10⁻27 കിലോഗ്രാം ആണ്. അപ്പോൾ മാസ് കുറവേതിനാ? മാസ് കുറവേതിന് ഇലക്ട്രോൺ ആണോ പ്രോട്ടോൺ ആണോ? ഞാൻ ബിജോയ്. നോറ. സർ ഇലക്ട്രോൺ ആണ്. നോക്കൂ, ഞാൻ രണ്ടിന്റെ മാസം എഴുതിയപ്പോഴല്ലേ, അപ്പം അത് നോക്കിയാൽ അറിയാലോ. ഇലക്ട്രോൺ ആണ്. 10⁻31 ആണ് ഇലക്ട്രോൺ. -31 ആണ് ഇലക്ട്രോൺ. പ്രോട്ടോൺ 10⁻27 ആണ്. അപ്പം മൈനസ് ഫിഗർ ആണ്. അപ്പം -27 മാസ് കൂടുതലാണ്. -31 ആണ്
ഇലക്ട്രോണിൻ്റെ. അപ്പോൾ ഇലക്ട്രോൺ ആണ് മാസ് കുറവ്. ഇലക്ട്രോൺ ആണ് മാസ് കുറവ്, അതുകൊണ്ട് കൂടുതൽ ഹൈ ഫ്രീക്വൻസിയിൽ മൂവ് ചെയ്യുന്ന ഏതാണ്? ഇലക്ട്രോൺ. സിൻസ് ഇലക്ട്രോൺ ഹാസ് ലോവർ മാസ് ഇറ്റ് വിൽ മൂവ് ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് ഹയർ ഫ്രീക്വൻസി. ഓക്കെ ഓക്കെ, ഇന്നത്തേക്ക് എത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, ട്യൂസ്ഡേ എടുക്കാം. ഓക്കെ, ബൈ.